മാർച്ച് 24, 2026 ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ മാത്രമല്ല ബിസിനസ് ചരിത്രത്തിലും ഇതൊരു സുപ്രധാന ദിനമാണ്. രാജസ്ഥാൻ റോയൽസും റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും കൈമാറ്റം ചെയ്യപ്പെട്ടത് കേവലം കോടികൾക്കല്ല, ശതകോടികളുടെ സാമ്രാജ്യങ്ങളാണ്. ഒരു വശത്ത് രാജസ്ഥാൻ റോയൽസ് ഏകദേശം 16,000 കോടി രൂപയ്ക്ക്, മറുവശത്ത് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു 16,660 കോടി രൂപയ്ക്ക്. ഗുജറാത്ത് ടൈറ്റൻസ് എന്ന പുതുതലമുറ ഫ്രാഞ്ചൈസി പോലും 7,500 കോടി രൂപയുടെ മൂല്യം കൈവരിക്കുന്നു. എന്താണ് ഈ കുതിപ്പിന് പിന്നിലെ രഹസ്യം? ഈ പണത്തിന്റെ കളിയിൽ എല്ലാം അത്ര സിമ്പിൾ അല്ല. 2023 $11.2 ബില്യൺ എന്ന കൊടുമുടിയിൽ നിന്ന് IPL മൂല്യം 2025 $8.8 ബില്യൺ ആയി ഇടിഞ്ഞു. രണ്ട് വലിയ കാരണങ്ങളാണ് ഇതിന് പിന്നിൽ. ഒന്ന്, മീഡിയ റൈറ്റ്സ്. ജിയോ സ്റ്റാർ ലയനം വന്നതോടെ ടിവിക്കും ഡിജിറ്റലിനും വേണ്ടിയുള്ള തമ്മിലടി ഇല്ലാതായി. രണ്ട്, റിയൽ മണി ഗെയിമിംഗ് നിരോധനം. വർഷം തോറും 2,000 കോടിയോളം രൂപ IPLലേക്ക് ഒഴുകിയിരുന്ന ഫാന്റസി പ്ലാറ്റ്ഫോമുകൾ നിയമത്തിന്റെ നൂലാമാലകളിൽ കുടുങ്ങി പുറത്തായി. എന്നിട്ടും എങ്ങനെയാണ് ടീമുകളുടെ മൂല്യം കുതിച്ചുയരുന്നത്? അവിടെയാണ് IPLന്റെ എൻട്രി ബാരിയർ എന്ന തന്ത്രം. ആകെയുള്ളത് 10 ടീമുകൾ മാത്രം. പുതിയ ടീമുകൾ വരാനുള്ള സാധ്യത തീരെ കുറവ്. വിപണിയിൽ ആവശ്യക്കാരേറെ, എന്നാൽ വിൽക്കാനുള്ളത് ചുരുക്കം. ഈ പരിമിതിയാണ് നിക്ഷേപകരെ ഇതിലേക്ക് ആകർഷിക്കുന്നത്. ഗുജറാത്ത് ടൈറ്റൻസ് പോലെ പാരമ്പര്യമില്ലാത്ത ടീമുകൾക്ക് പോലും ഇത്രയും ഉയർന്ന മൂല്യം ലഭിക്കുന്നത് അത് കേവലം ഒരു ടീമിന്റെ ബ്രാൻഡ് വാല്യൂ ആയതുകൊണ്ടല്ല, മറിച്ച് IPL എന്ന ബിസിനസ് മോഡലിന്റെ കരുത്താണ്. 2007 IPL തുടങ്ങിയപ്പോൾ ഇതൊരു നഷ്ടക്കച്ചവടമാകുമെന്ന് വിമർശിച്ചവരുണ്ട്. ഇന്ന് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടു. IPL ഫ്രാഞ്ചൈസി ഉടമകൾ ഇന്ന് ഒതുങ്ങുന്നത് 2 മാസത്തെ ക്രിക്കറ്റിൽ മാത്രമല്ല. ഇംഗ്ലണ്ട്, സൗത്ത് ആഫ്രിക്ക, അമേരിക്കയിലെ മേജർ ലീഗ് ക്രിക്കറ്റ് തുടങ്ങി ആഗോള തലത്തിൽ അവർ ഇന്ന് ടീമുകൾ നടത്തുന്നു. ഒപ്പം ഇന്ത്യയിൽ വുമൻസ് പ്രീമിയം ലീഗും. ഇതൊരു സീസൺ ബിസിനസ് അല്ല, വർഷം മുഴുവൻ ലാഭം കൊയ്യുന്ന സ്പോർട്ടിംഗ് ബിസിനസ് സാമ്രാജ്യമായി IPL മാറി. കളിക്കളത്തിലെ വിജയത്തിനപ്പുറം ബാലൻസ് ഷീറ്റ് അക്കങ്ങൾ തെളിയിക്കുന്നത് ഒന്ന് മാത്രം: ഇന്ത്യൻ പ്രീമിയർ ലീഗ് ഇന്ന് ലോകത്തെ ഏറ്റവും മികച്ച സ്പോർട്ടിംഗ് ബിസിനസ് എക്കോസിസ്റ്റമായി മാറിയിരിക്കുന്നു. കളിയും കച്ചവടവും ഒത്തുചേരുമ്പോൾ ആരാധകർക്ക് അത് ആവേശമാണ്, നിക്ഷേപകർക്ക് അത് സ്വർണ്ണ ഖനിയാണ്. കൂടുതൽ അറിവുകൾക്കായി മണി ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. നന്ദി.